ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചാള വറുക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മീൻ നന്നാക്കാൻ അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ വാങ്ങിച്ചിട്ട് 2 ദിവസമായി, ആരും ഇതിനെ തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കത്തിയും സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോന്നു. അപ്പോൾ ഇതിന് ഞാൻ തന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. സാധാരണ മമ്മിയൊക്കെ ചെയ്യണത് വെള്ളത്തിലിട്ട് വെച്ച് അങ്ങനെയാണ്. പക്ഷേ എനിക്കതിങ്ങനെ ഇതിൻ്റെ ഈ ചെതമ്പൽ തെറിക്കണത് കാരണം കൊണ്ട് ഞാൻ വെള്ളം ഉപയോഗിക്കാറില്ല. അപ്പം ഇതിന് കുറേ ചെതമ്പലുണ്ട്. നമ്മുടെ നാട്ടിലത്തെ ചാളയല്ല അത്, മറ്റേ ഒമാൻ ചാള, കത്തിച്ചാള എന്നൊക്കെ പറയുന്ന ആ വലിയ ചാളയാണത്. അപ്പം ഇങ്ങനെ പതുക്കെ ഞാൻ ആ കത്തി വെച്ചിട്ട് അതിൻ്റെ ചെതമ്പൽ ഇങ്ങനെ എടുത്ത് മാറ്റും 2 സൈഡിലും. ഇത് ചെതമ്പലൊക്കെ മാറ്റി ഇതിൻ്റെ സൈഡെല്ലാം വെട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാനൊന്ന് കഴുകാറ്. അപ്പം നമുക്കിതിൻ്റെ ചെതമ്പലൊക്കെ മാറ്റി ആ സൈഡിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്കിതിനെ വൃത്തിയാക്കി എടുക്കാം. മീൻ നന്നാക്കാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഇപ്പോഴത്തെ കാലത്ത് കാര്യമില്ല. നമുക്ക് ഒരു കൊതി തോന്നിയാൽ ഇവിടെ ആയത് കാരണം കൊണ്ട്, മമ്മിയും അമ്മച്ചിയൊന്നും അടുത്തില്ലാത്ത കാരണം കൊണ്ട് നമ്മളിത് എന്തായാലും നന്നാക്കിയേ പറ്റൂ. ചെറുപ്പത്തിൽ ഇതൊന്നും നന്നാക്കി ഒരു പരിചയവും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ തലയെടുത്ത് കളയണോ, ഇതിൻ്റെ എങ്ങനെയാണ് സൈഡ് എടുത്ത് കളയേണ്ടതെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ എൻ്റേതായ രീതിയിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് മീൻ നന്നാക്കാറ്. ഇതെല്ലാം വെട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പൈപ്പിൻ്റെ ചുവട്ടിൽ വെക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല. അത് ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിൻ്റെ ആ കറുത്ത സാധനമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. മീൻ കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷേ ക്ലീനിങ് അതൊരു വലിയ ചടങ്ങാണ്. ഇവിടെ ഞങ്ങൾ ന്യൂസിലാൻഡിൽ ആയത് കാരണം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പരിമിതികളുണ്ട് ക്ലീനിങ്ങിൽ. നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ അലക്കലിൻ്റെ അവിടെയോ പുറത്തെവിടെയെങ്കിലും പോയിരുന്നിട്ടൊക്കെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് എളുപ്പമായിരുന്നു. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മീനുകൾ ഓരോന്നെടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡിലും നന്നായി വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിനുശേഷം കുറച്ച് നല്ല മുളക് പൊടി. എരിവ് ഞങ്ങൾക്ക് കുറച്ചാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഇച്ചിരി ഇട്ടേക്കുന്നത്. അതിനുശേഷം കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില. അതിനുശേഷം കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കറിവേപ്പില സാധാരണ വറുക്കുമ്പോഴാണ് ഇടാറ്, പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഇതിലെല്ലാം കൂടി ഒന്ന് തിരുമ്മുവാണ്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്കപ്പം സുഖമായിട്ട് മീനിനകത്ത് തേച്ച് പിടിപ്പിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഇതിങ്ങനെ എല്ലാം കൂടി ഒന്ന് തിരുമ്മി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ആ സുന്ദര കുട്ടന്മാരൊക്കെ എടുത്ത് അതിൽ ഓരോന്നിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. എല്ലാ മീനുകളും ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ അതിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ എല്ലാ മീനുകളും നമ്മൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിത് ഫ്രിഡ്ജിലാണ് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതിനകത്തോട്ടൊക്കെ പിടിച്ചു. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോണത് പുറത്താണ്. പുറത്ത് ഗ്യാസ് അടുപ്പ് വെച്ച് പുറത്താണ് കുക്ക് ചെയ്യണത്. കാരണം നമുക്കറിയാലോ, ചാള വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര മണമായിരിക്കും. ഇവിടെ എക്സോസ്റ്റ് ഫാൻ ഇട്ടാലും മണം നമ്മുടെ ഡ്രസ്സിനകത്തൊക്കെ കയറി പിടിക്കും. അത് കാരണം കൊണ്ട് തന്നെ പുറത്താണ് ഇന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പ്രത്യേകിച്ചും ചാള എന്ന് വറുക്കുമ്പോഴായാലും പുറത്തിരുന്നിട്ടാണ് ഞങ്ങളത് കുക്ക് ചെയ്യാറ്. അങ്ങനെ ഒരു സൈഡ് ഇച്ചിരി നായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. ഈ മറിച്ചിടലും എനിക്കൊരു ടാസ്ക്കാണ്. ആദ്യമൊക്കെ ഞാൻ മറിച്ചിടുന്ന സമയത്ത് അതെല്ലാം പൊട്ടി പോരുമായിരുന്നു. പിന്നീട് ഞാൻ അതിനും ഒരു വഴി കണ്ടുപിടിച്ചു. എപ്പോഴും 2 സ്പൂൺ വെച്ച് മറിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മറിച്ചിട്ടതിന് ശേഷം പെട്ടെന്ന് ഹസ്ബൻഡിനൊരു ഐഡിയ തോന്നി, പ്രകൃതി സൗന്ദര്യം ഒന്ന് കാണിക്കാമെന്ന്. അതാണ് ക്യാമറ അങ്ങോട്ട് നീങ്ങിയത്. ഇപ്പോൾ സമ്മറായത് കാരണം നമ്മുടെ മുൻവശത്തെ പുല്ലൊക്കെ കരിഞ്ഞിട്ടുണ്ട് കുറച്ച്. അപ്പം നമുക്ക് കാണാം, ഇപ്പം മീൻ നന്നായിട്ട് പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കുന്ന നേരത്ത് നമ്മുടെ 2 മക്കളും സൈഡിൽ വന്ന് നോക്കുന്നുണ്ട്. അവർക്ക് ഈ ചാള അത്ര ഇഷ്ടമില്ല. കാരണം ഇതിന് മുള്ളുള്ള കാരണം കൊണ്ട് അവരങ്ങനെ കഴിക്കില്ല. പിന്നെ നമ്മൾ മുള്ളൊക്കെ മാറ്റി കൊടുക്കണം. അവർക്ക് വല്ല മുള്ളില്ലാത്ത മീനൊക്കെ ആണെങ്കിൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. അല്ലെങ്കിൽ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പാക്ക് ആൻഡ് സേവിൽ നിന്ന് പോയപ്പം ഫ്രോസൺ ചാള കിട്ടി. അങ്ങനെ വാങ്ങിച്ചു വെച്ചായിരുന്നതാണ്. അപ്പോൾ ഞങ്ങളിതെല്ലാം കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. നമുക്കൊന്നത് പൊട്ടിച്ച് ഒരു കഷ്ണം കഴിച്ച് നോക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.